ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് വ്യാജ സ്വർണ്ണാഭരണങ്ങളുടെ വ്യാപക വിൽപ്പന നടക്കുന്നതായി കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ. സമഗ്ര അന്വേഷണം വേണമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഹോൾമാർക്ക് HUID മുദ്ര പതിച്ച വ്യാജ സ്വർണ്ണാഭരണങ്ങളുടെ വ്യാപക വിൽപ്പന നടക്കുന്നതായി കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാജ സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ വർദ്ധിച്ചുവരികയാണ്. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ഗൂഢസംഘങ്ങളെ കണ്ടെത്തി സമഗ്ര അന്വേഷണം നടത്തണമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഹോൾമാർക്ക് HUID മുദ്ര പതിച്ച വ്യാജ ആഭരണങ്ങളാണ് തട്ടിപ്പിന് ഉപയോഗിക്കുന്നത്. BIS കെയർ ആപ്പിൽ 6 ആൽഫ ന്യൂമറിക് HUID നമ്പർ പരിശോധിച്ചാൽ ഹോൾമാർക്കിംഗ് കേന്ദ്രത്തിന്റെ പേരും വിലാസവും ആഭരണം വിറ്റ് ജ്വല്ലറിയുടെ വിവരങ്ങളും ലഭിക്കുമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. വ്യാജ സ്വർണ്ണാഭരണങ്ങൾ പണയ സ്ഥാപനങ്ങളിൽ നൽകി വായ്പ തട്ടിയെടുക്കുന്ന സംഭവങ്ങളും വർദ്ധിക്കുകയാണ്. സ്വർണ്ണവിലയിലെ വലിയ വർധനവിന് പിന്നാലെയാണ് ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമായതെന്നും അസോസിയേഷൻ ആരോപിച്ചു. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ ഗൗരവമായി അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ മാതാപിതാക്കളുടെ SIR വിവരങ്ങളും സമർപ്പിക്കണം. നിർദ്ദേശവുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പുതിയ വോട്ടർമാർക്കും SIRന് ശേഷം വന്ന വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കും ഇത് ബാധകമാണെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായുള്ള ഫോം 6 പൂരിപ്പിക്കുമ്പോൾ ഈ വിവരങ്ങൾ കൂടി നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഈ ഡിക്ലറേഷൻ പൂർത്തിയാകാതെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനാകില്ല. ഇത് കൃത്യമായി വോട്ടർമാരെ മാപ്പ് ചെയ്യാൻ സഹായിക്കുകയും പുതിയ വോട്ടർമാർക്ക് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുന്നുവെന്ന് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്തു. ബീഹാറിൽ ഇത് ഇതിനോടകം തന്നെ നടപ്പാക്കിയിട്ടുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ഇരട്ട വോട്ടുകൾ, താമസം മാറിയവർ, വിദേശികൾ എന്നിവരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നുവെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ചില വിഭാഗങ്ങളെ വ്യാപകമായി പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതായി ഉയർന്നുവന്ന ആരോപണങ്ങൾ കമ്മീഷൻ നിഷേധിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തെ ആഗോള ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റാൻ സംസ്ഥാന സർക്കാർ പദ്ധതി. ഇതിനായി 29,500 കോടിയുടെ കേന്ദ്ര സഹായം തേടി മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിവേദനം നൽകി. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെയും തുറമുഖങ്ങളെയും പരസ്പരം ബന്ധിപ്പിച്ച് ഏകീകൃത ലോജിസ്റ്റിക് സാമ്പത്തിക വ്യവസ്ഥിതി കെട്ടിപ്പടുക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. ഇതിനായി 29,500 കോടിയുടെ കേന്ദ്ര സഹായം തേടി മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രി മോദിക്ക് നിവേദനം നൽകിയതായി റിപ്പോർട്ട്. വ്യോമ സമുദ്ര ശൃംഖലയെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ ആഗോള സപ്ലൈ ചെയിൻ വിപണിയിൽ വലിയൊരു മുന്നേറ്റമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്തിന്റെ ചരക്കു ഗതാഗതം, നിക്ഷേപ സാധ്യതകൾ, വ്യവസായ വികസനം, തൊഴിലവസരങ്ങൾ എന്നിവ ഗണ്യമായി മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ. 3 മുതൽ 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന ഹ്രസ്വകാല അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വലിയ തുകയാണ് നിക്ഷേപ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ 3000 കോടി ചെലവ് വരുന്ന എയർപോർട്ട്, പോർട്ട് ബോണ്ടഡ് ലോജിസ്റ്റിക്സ് കോറിഡോറുകളും മൾട്ടി മോഡൽ കാർഗോ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു. കൊച്ചി എയർപോർട്ടിലെ സെക്കൻഡറി റൺവേക്കുള്ള ഭൂമി ഏറ്റെടുക്കലിനും DPR തയ്യാറാക്കലിനുമായി 2000 കോടി, കൊച്ചി എയറോ സിറ്റിയുടെയും എയർപോർട്ട് ഇക്കണോമിക് സോണിന്റെയും 1ാം ഘട്ടത്തിനായി 5000 കോടി, കണ്ണൂർ എയർപോർട്ടിന്റെ വികസനത്തിന് 3500 കോടി, കരിപ്പൂർ എയർപോർട്ട് റൺവേ സുരക്ഷാ വികസനത്തിന് 2500 കോടിയും വിവിധ എയർ കാർഗോ വില്ലേജുകൾക്കായി 4000 കോടി എന്നിവയും നിക്ഷേപ പട്ടികയിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.